എങ്ങും ആശങ്ക, അന്തരീക്ഷമാകെ പടർന്ന നിരാശ. അവർ വട്ടം കൂടി, ചീട്ട് വെച്ചു, വെള്ളമടിച്ചു, ഒന്നും തെളിഞ്ഞില്ല. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ അവരിൽ ഒരുവൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നമ്മളെ രക്ഷിക്കാൻ ഇനി ആർക്കു കഴിയും? മദ്യപിച്ചു മതോന്മത്തനായ ഡെവലപ്പർ അപ്പുക്കുട്ടന്റെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു വന്നു. ഒരു വിജയിയെ പോലെ അവൻ വിളിച്ചു പറഞ്ഞു, വൈശാലി, വൈശാലി, വൈശാലി. ഇത് കേട്ട മാനേജർ സോണനും അതേ സ്വരത്തിൽ പറഞ്ഞു, കടുത്ത വേനലിൽ നിന്ന് അംഗരാജ്യത്തെ രക്ഷിക്കാൻ റഷ്യസിനെ കൊണ്ടുവന്ന് മഴ പെയ്ച്ച വൈശാലിക്കാണോ ഒരു ക്ലയന്റിനെ വളച്ച് പ്രോജക്ട് പിടിക്കാൻ ബുദ്ധിമുട്ട്? ഇത് കേട്ട അപ്പുക്കുട്ടൻ പറഞ്ഞു, മിസ്റ്റർ സോണൻ, ഞാൻ പറഞ്ഞത് ഒരാടങ്ങളിലെ വൈശാലിയെ പറ്റിയല്ല. കഴിഞ്ഞ കൊല്ലം നമ്മൾ പറഞ്ഞു വിട്ട അതേ വൈശാലി. വൈശാലി കുടുങ്ങി കുടുങ്ങി ചെത്തി നടക്കുന്ന മിടുക്കി വൈശാലി, നടക്കുന്ന ഫ്രൂട്ട് വൈശാലി, മാനേജറെ ചാക്കിലാക്കുന്ന കള്ളി വൈശാലി, കോടി ചെയ്യുന്ന ചാക്ക് ചെയ്യുന്ന തെക്കി വൈശാലി, ഫ്രണ്ടുകളെ വട്ടപിടിക്കുന്ന ഫ്രൂട്ട് വൈശാലി, ഫ്രണ്ടുകളെ സൈറ്റടിക്കുന്ന സെക്സി വൈശാലി, ഫ്രണ്ടുകളെ വട്ടപിടിക്കുന്ന കുഴപ്പം വൈശാലി, ഫ്രണ്ടുകളെ സൈറ്റടിക്കുന്ന സെക്സി വൈശാലി. നമ്മുടെ പൊന്നോമന പുത്രിയായ വൈശാലിക്ക് അവർ ഊഷ്മളമായ ഒരു സ്വീകരണം നൽകി. കുടച്ചക്കയുടെ കൂടെ ഈച്ചക്കൂട്ടം കൂടുന്ന പോലെ അവർ ബോർഡ് റൂമിൽ വട്ടം കൂടി. അവർ അവരുടെ വ്യാകുലതകൾ അഥവാ കൺസേൺസ് അവരുടെ കാലിൽ ഓടി. അപ്പോൾ വ്യസനത്തോടെ അവൾ ഇങ്ങനെ ഒഴിഞ്ഞു, എനിക്ക് ആദ്യം പണിതുന്ന ഈ കമ്പനി ഞാൻ എങ്ങനെ മറക്കും? വൈശാലി, കൊണ്ടിതപ്പെടേണ്ട സാർ, കൊണ്ടിതപ്പെടേണ്ട. ആ മാതക സുന്ദരി ആ ദൗത്യവും പേര് യാത്രയാവുകയാണ്. അവളുടെ മുന്നിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ബ്രണ്ണൻ സാഹിബ്. ആരാണ് അദ്ദേഹം? ഗോൾമാർട്ടിന്റെ മുതലാളി, കോടീശ്വരനായ ചെറുപ്പക്കാരൻ അഥവാ ചെറുപ്പക്കാരനായ കോടീശ്വരൻ. അങ്ങനെ നമ്മുടെ കഥാനായിക വൈശാലി ബ്രണ്ണന്റെ ബിവർലി ഹില്ലിലുള്ള മണിമാളികയിലേക്ക് എത്തുകയാണ്. ആ കണ്ണഞ്ചിപ്പിക്കുന്ന മണിമാളിക കണ്ട് വൈശാലി കോരിത്തരിച്ചു നിന്നു. ബ്രണ്ണന്റെ സെക്രട്ടറി മിസ് സൂസി അവൾ വന്ന് വൈശാലിയെ അന്തഃപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്തഃപുരത്തിലെ കാഴ്ചകൾ കണ്ടു വൈശാലി വാ പൊളിച്ചു നിന്നു. അവൾ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ രമ്യഹാമ്യം. അവിടെയുള്ള വെട്ടക്കൽ പ്രതിമകൾ അവൾ കണ്ട് അന്താളിച്ചു നിന്ന വൈശാലി അപ്പോഴാണ് ഒരു കാഴ്ചയിൽ കണ്ണുടക്കിയത്. ആരോഗ്യ ദൃഢഗാത്രനും ആചാര ബാഹുവും സർവോപരി പുരുഷ സൗന്ദര്യത്തിന്റെ ആൾരൂപവുമായ ഒരാൾ. അതെ, അതാണ് ബ്രണ്ണൻ. അവനാണ് ബ്രണ്ണൻ. ആര് കണ്ടാലും കൊതിക്കും വടിവൊട്ട കാലിരുമ്പു തോൽക്കുമാ പൊന്നേനി. കോരിത്തരിപ്പിക്കും ആ കണ്ണുകൾ തൻ ബാണമേറ്റു പിടയാത്ത അന്തഃപുരവാതിൽ കടന്ന് വൈശാലിയുടെ അടുത്തെത്തി. വികാര നിർഭരയായിരുന്ന അവൾ ആ മാതക മുഹൂർത്തം സ്വപ്നമാണോ യാഥാർത്ഥ്യം